ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേജ് നമ്പർ 88, 89 ആൻഡ് 90 അതിലെ ചോദ്യോത്തരങ്ങളാണ്. പേജ് നമ്പർ 88ലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് എന്താണ് പ്രൈം നമ്പർ, എന്താണ് കമ്പോസിറ്റ് നമ്പർ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിനേക്കാൾ വലിയ ഒരു എണ്ണൽ സംഖ്യ ആയിരിക്കണം. പിന്നെ അതിന്റെ ഘടകങ്ങൾ എന്തായിരിക്കണം? ആ സംഖ്യ തന്നെ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. പ്രൈം നമ്പർ അല്ലാത്ത സംഖ്യകളെ നമുക്ക് എന്ത് പറയാം? കമ്പോസിറ്റ് നമ്പർ അഥവാ ഭാജ്യ സംഖ്യ എന്ന് പറയാം. ആർക്കെങ്കിലും മനസ്സിലായോ? സാരമില്ല, നമുക്ക് ഓരോ സംഖ്യകളായിട്ട് പരിശോധിക്കാം. ആദ്യത്തെ നമ്പർ എന്താണ്? 1. ഭാജ്യസംഖ്യയാണോ അഭാജ്യ സംഖ്യയാണോ? അതായത് കമ്പോസിറ്റ് നമ്പർ ആണോ പ്രൈം നമ്പർ ആണോ? എന്താണ്? ഇത് രണ്ടിലും പെടാത്ത ഒരു സംഖ്യയാണ് 1. ഇവിടെ തന്നിരിക്കുന്ന ഡെഫിനേഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതെന്താണ്? അതൊരു കമ്പോസിറ്റ് നമ്പറോ അല്ലെങ്കിൽ പ്രൈം നമ്പറോ ആയി മാറുന്നത്. അപ്പോൾ 1നെ നമുക്ക് ഒഴിവാക്കാം. 2 എന്ന സംഖ്യ എടുക്കാം. 2 എന്ന സംഖ്യയെ നമുക്ക് ഫാക്ടേഴ്സ് ആക്കി എഴുതാൻ കഴിയില്ല. 2 എന്നത് 2 മാത്രമാണ്. 2ന്റെ ഘടകം എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു 2 ആണ് 2 വരുന്നത് അല്ലേ? അപ്പം 1നേക്കാൾ വലുതായിരിക്കണം എന്നാണ് പറയുന്നത്. 2 എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. കണ്ടുപിടിച്ച ആദ്യത്തെ പ്രൈം നമ്പർ ഇവിടെ എഴുതാം, 2. അടുത്ത സംഖ്യ എന്താണ്? 3. 3 അതേപോലെ തന്നെയല്ലേ? 1നേക്കാൾ വലിയ സംഖ്യയാണ്. പിന്നെ അതിന്റെ ഘടകങ്ങൾ എന്താണ്? 3 തന്നെയാണ്. അപ്പൊ രണ്ടാമത്തെ പ്രൈം എന്താണ്? 3 എന്ന് എഴുതാം. അടുത്ത സംഖ്യ എന്താണ്? 4. 4 എന്താണ്? 4നെ നമുക്ക് 2 ഇൻറ്റു 2 ഈക്വൽ ടു 4 ആണ് അല്ലേ? അപ്പൊ അതിനെ ഘടക സംഖ്യകളാക്കി മാറ്റി എഴുതാൻ കഴിയും. ഘടക സംഖ്യകൾ എന്തൊക്കെയാണ്? 2 പ്രൈം നമ്പേഴ്സ് ആണ് വരുന്നത് അല്ലേ? 4 എന്ന് പറയുന്നത് എന്താണ്? കമ്പോസിറ്റ് നമ്പർ ആണ്. 5നെ ഘടകങ്ങളാക്കി എഴുതാൻ കഴിയുമോ? 1, 5 ആണ് അതിന്റെ ഘടകങ്ങൾ വരുന്നത് അല്ലേ? 1 ഇൻറ്റു 5 മാത്രമാണ് 5 വരുന്നത്. അപ്പോൾ 1നേക്കാൾ വലിയ സംഖ്യ ആയിരിക്കണം, പിന്നെ 5 തന്നെയായിരിക്കണം. അപ്പോൾ അതെന്താണ്? പ്രൈം നമ്പർ ആണ്. അടുത്തത് വരുന്നത് എന്താണ്? 6 ആണ്. 6ന് നമുക്ക് 2 ഇൻറ്റു 3 എന്ന് മാറ്റി എഴുതാൻ കഴിയും. 6നെ നമുക്ക് എന്ത് ചെയ്യാം? 2 പ്രൈം നമ്പർ ഘടകങ്ങളാക്കി മാറ്റി എഴുതാൻ കഴിയും. 6 എന്ന് പറയുന്നത് കമ്പോസിറ്റ് നമ്പർ ആണ്. അടുത്തത് എന്താണ്? 7. 7നെ ഘടകങ്ങളാക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് എന്താണ്? 7 പ്രൈം നമ്പർ ആണ്. അടുത്തത് വരുന്നതാണ് 8. 2 ഇൻറ്റു 4 8 ആണ്. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ് 8 വരുന്നത്. 8നെ പ്രൈം നമ്പേഴ്സിന്റെ ഘടകങ്ങളാക്കി മാറ്റി എഴുതാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? കമ്പോസിറ്റ് നമ്പർ ആണ്. പ്രൈം നമ്പേഴ്സ് അല്ലാത്തതൊക്കെ എന്താണ്? കമ്പോസിറ്റ് നമ്പർ ആണ്. ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് എന്താണ്? 7, 8, 9 വരുന്നുണ്ട്. 9 എന്താണ്? 3 ഇൻറ്റു 3 9. അപ്പോൾ അതേതാണ്? കമ്പോസിറ്റ് നമ്പർ ആണ്. 10 10 എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു 5. അപ്പോൾ അത് കമ്പോസിറ്റ് നമ്പർ ആണ്. അടുത്ത വരുന്നത് എന്താണ്? 11 11 എന്താണ്? പ്രൈം നമ്പർ ആണ്. അതിനെ ഡിവൈഡ് ചെയ്ത് എഴുതാൻ അല്ലെങ്കിൽ ഘടകങ്ങളാക്കി എഴുതാൻ കഴിയില്ല. ഇതാണ് പ്രൈം നമ്പറും കമ്പോസിറ്റ് നമ്പറും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 24 ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. 24നെ 2 ഇൻറ്റു 12 എന്ന് എഴുതാൻ കഴിയും അല്ലേ? അപ്പം നമുക്ക് 2 എന്ന ഒരു പ്രൈം ഇവിടെ കിട്ടി. 12നെ ഇനി വീണ്ടും എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 4 എന്ന് എഴുതാം. അടുത്ത പ്രൈം നമുക്ക് കിട്ടി. 4നെ വീണ്ടും പിരിച്ചെഴുതാൻ കഴിയും. 2 ഇൻറ്റു 2 നമുക്ക് 2 പ്രൈം കൂടെ കിട്ടി. അപ്പോൾ ഇതിന്റെ പ്രൈം ഏതൊക്കെയാണ് വരിക? 2, 2, 2, 3 എന്നാണ് വരിക. ഇനി ഇത് മറ്റൊരു രീതിയിൽ ചെയ്യുകയാണെങ്കിലോ? 24നെ നമുക്ക് 3 ഇൻറ്റു 8 എന്ന് എഴുതാൻ കഴിയും. ആദ്യത്തെ പ്രൈം നമുക്ക് 3 കിട്ടി. 2 ഇൻറ്റു 4 എന്ന് എഴുതാൻ കഴിയും. രണ്ടാമത്തെ പ്രൈം കിട്ടി. 4നെ വീണ്ടും എന്താണ്? 2 ഇൻറ്റു 2. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്? 3, 2, 2, 2. സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 35ന്റെ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് എങ്ങനെ എഴുതാം? 7 ഇൻറ്റു 5. അപ്പോൾ 7ഉം 5ഉമാണ് വരുന്നത്. ഇതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയില്ല. 7, 5 എന്ന് എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 36 ആണ്. ഇതിനെ 2 രീതിയിൽ ചെയ്യാൻ കഴിയും. ആദ്യത്തെ രീതി 3 ഇൻറ്റു 12 ചെയ്യാം. 12നെ വീണ്ടും 3 ഇൻറ്റു 4 എന്ന് എഴുതാം. 4നെ വീണ്ടും 2 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇവിടെ ഏതൊക്കെയാണ് വരുന്നത്? 3, 3, 2, 2. 36നെ 2, 18 ആയിട്ട് പിരിച്ചെഴുതാം. 2 ഇൻറ്റു 18 36 ആണ്. 18നെ 2, 9 എന്ന് എഴുതാം. 9നെ 3, 3 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ പ്രൈം നമ്പേഴ്സ് വരുന്നത് 2, 2, 3, 3. സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇവിടെ ലഭിച്ചിരിക്കുന്ന പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 അല്ലെ? 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ചെയ്താൽ എത്രയാണ്? 36 ആണ് കിട്ടുന്നത്. പ്രൈം നമ്പേഴ്സിന്റെ ഘടകങ്ങളായിട്ട് മാറ്റി എഴുതുമ്പോൾ കിട്ടിയിരിക്കുന്ന ആൻസർ ശരിയാണോ എന്നറിയാൻ ഈ ഒരു രീതി കൂടെ ചെയ്തു നോക്കാവുന്നതാണ്. ഫോർത്ത് ക്വസ്റ്റ്യനിൽ വരുന്നത് 60 ആണ്. 60യെ 2, 30 എന്ന് എഴുതാം. 30നെ 2, 15 എന്ന് എഴുതാം. 15നെ 3, 5 എന്ന് എഴുതാം.
അപ്പോൾ ആൻസർ കിട്ടുന്നത് 2, 2, 3, 5 ആണ്. 100നെ പ്രൈമിന്റെ ഘടകങ്ങളാക്കി മാറ്റുമ്പോൾ 2, 50 എന്ന് എഴുതാം. 50നെ 5, 10 എന്ന് എഴുതാം. 10നെ 5, 2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രൈം നമ്പേഴ്സ് ആണ് 2, 5, 5, 2. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രോഡക്റ്റ് ഓഫ് പ്രൈം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഡിഫറെൻ്റ് ആണ്. ആദ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. 72നെയാണ് നമ്മൾ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആക്കി എഴുതേണ്ടത്. 72നെ 9 ഇൻറ്റു 8 എന്ന ഒരു ഗുണിതമാക്കി എഴുതാൻ കഴിയും. പിന്നീട് എന്താണ് ചെയ്യുന്നത്? 9നെ 3 ഇൻറ്റു 3 എന്ന് എഴുതുന്നു. വീണ്ടും 8നെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള രീതിയിൽ ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അടുത്തത് 105ൻ്റെ ചെയ്ത് നോക്കാം. 105നെ 5 ഇൻറ്റു 21 എന്ന് എഴുതാൻ കഴിയും. 5 ഇൻറ്റു 21 ബ്രാക്കറ്റിൽ എന്ത് ചെയ്യാം? 3 ഇൻറ്റു 7 എന്ന് എഴുതാം. അങ്ങനെ 5 ഇൻറ്റു 3 ഇൻറ്റു 7 എന്ന പ്രൈം പ്രോഡക്ട്സ് നമുക്ക് ലഭിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 144 ആണ്. 140നെ 12 ഇൻറ്റു 12 എന്ന് ഗുണിക്കാം. 12നെ എങ്ങനെ മാറ്റി എഴുതാം? 4 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 3 എന്ന് എഴുതാം. പിന്നീട് 4നെ വീണ്ടും നമ്മൾ പ്രോഡക്റ്റ് ഓഫ് പ്രൈം ആക്കി മാറ്റുകയാണ്. 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3. ആൻസർ കിട്ടുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് 330 നമുക്ക് ചെയ്യേണ്ടത്. 10 ഇൻറ്റു 33 എന്ന് എഴുതാം. 10നെ ഒരു ബ്രാക്കറ്റിലാക്കിയിട്ട് അതിനെ പ്രോഡക്റ്റ് ഓഫ് പ്രൈം ആക്കി മാറ്റാം. 2 ഇൻറ്റു 5. 13നെ 11 ഇൻറ്റു 3 എന്ന് എഴുതാൻ കഴിയും. ആൻസർ കിട്ടുന്നത് 2 ഇൻറ്റു 5 ഇൻറ്റു 11 ഇൻറ്റു 3. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 900. 900 എങ്ങനെ ചെയ്യാം? 10 ഇൻറ്റു 90 എന്ന് എഴുതാം. 10നെ 2 ഇൻറ്റു 5 എന്നും 90നെ 9 ഇൻറ്റു 10 എന്നും മാറ്റി എഴുതുക. 2 ഇൻറ്റു 5 9നെ മാറ്റി എഴുതുകയാണ്. 3 ഇൻറ്റു 3. 10നെ 2 ഇൻറ്റു 5 എന്ന് എഴുതുകയാണ്. ആൻസർ കിട്ടുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 3. അടുത്തായിട്ട് തന്നിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് കാണാനാണ്. അങ്ങനെ കാണുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? 1 ഉൾപ്പെടും. 1 പ്രൈം നമ്പേഴ്സും കമ്പോസിറ്റ് നമ്പർ അല്ലെങ്കിലും അതിന്റെ ഫാക്ടർ ആയതുകൊണ്ട് ഉൾപ്പെടുത്തണം. പിന്നീട് എന്താണ്? അതേ സംഖ്യ, അതായത് 35ന്റെ ആണ് കാണേണ്ടെങ്കിൽ ആ സംഖ്യയും നമ്മളിവിടെ ഉൾപ്പെടുത്തേണ്ടി വരും. നമുക്ക് നോക്കാം. ഫാക്ടേഴ്സ് ഓഫ് 35s ആർ 1, 5, 7 ആൻഡ് 35. ശരിയല്ലേ? കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും നമുക്ക് ആദ്യത്തേതൊന്ന് പരിശോധിക്കാം. 1 ഇൻറ്റു 35 എന്താണ്? 35 വരുന്നു. മറ്റേത് എന്താണ്? 7 ഇൻറ്റു 5 ഈക്വൽ ടു 35. 5 ഇൻറ്റു 7 ഈക്വൽ ടു 35. 35 ഇൻറ്റു 1 ഈക്വൽ ടു 35. അപ്പോഴിവിടെ വരുന്നത് 1, 5, 7 ആൻഡ് 35. അങ്ങനെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. രണ്ടാമത്തെ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ 77ൻ്റെതാണ്. 1, 7, 11 ആൻഡ് 77. മൂന്നാമത്തത് വരുന്നത് 26 ആണ്. 1, 2, 13 ആൻഡ് 26. നാലാമത്തത് വരുന്നത് 1, 3, 17 ആൻഡ് 51. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 95 വരുന്നത് 1, 5, 19 ആൻഡ് 95. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? പ്രോഡക്റ്റ് ഓഫ് 3 പ്രൈംസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സംഖ്യയുടെ എല്ലാ ഫാക്ടേഴ്സ് കാണാനുമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? 66ന്റെ എല്ലാ പ്രൈം ഫാക്ടേഴ്സും ആദ്യം കാണണം. 66ന്റെ പ്രൈം ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമുക്കിവിടെ ചെയ്തു നോക്കാം. 66 എന്ന് പറയുമ്പോൾ 11 ഇൻറ്റു 6 ആണ്. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റി എഴുതാം? 11 ഇൻറ്റു 3 ഇൻറ്റു 2 എന്ന് എഴുതാം. പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമുക്കിവിടെ എഴുതാം. 2, 3, 11. അടുത്ത പറഞ്ഞിരിക്കുന്നത് പ്രോഡക്റ്റ് ഓഫ് 3 പ്രൈംസ് ആണ്. അതെങ്ങനെ കാണാം? 2 ഇൻറ്റു 3 ഈക്വൽ ടു 6. അതേപോലെ തന്നെ 3 ഇൻറ്റു 11 ഈസ് ഈക്വൽ ടു 33. 2 ഇൻറ്റു 11 ഈസ് ഈക്വൽ ടു 22. ഇതാണ് 3 പ്രൈമിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ എഴുതാം 6, 22 ആൻഡ് 33. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓൾ ഫാക്ടേഴ്സ് കാണാനാണ്. അപ്പോൾ നമുക്ക് എഴുതാം. ഓൾ ഫാക്ടേഴ്സ് പറയുമ്പോൾ 1 വരും അല്ലേ? 1 ഇൻറ്റു 66 66 ആണ്. അതേപോലെ തന്നെ നമ്മളിവിടെ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. 2 എഴുതാം. പിന്നീട് എന്താണ് വരുന്നത്? 3 വരുന്നുണ്ട്. പിന്നീട് ഏതാണ് വരുന്നത്? ഇതിന്റെ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസും കൂടി അതിൽ ഉൾപ്പെടും അല്ലേ? 2 ഇൻറ്റു 3 വരുന്ന 6 എഴുതാം നമുക്ക്. പിന്നീട് 2 ഇൻറ്റു 11 വരുന്നത് 22 എഴുതാം. പിന്നീട് 3 ഇൻറ്റു 11 വരുന്നത് 33യും എഴുതാം. 1 ഇൻറ്റു 66 66 ആണ്. അപ്പോഴെന്താണ്? 66ഉം അതിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഓൾ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 6, 22, 33 ആൻഡ് 66 ആണ്.
ഇതേ രീതിയിൽ തന്നെ അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരവും കണ്ടെത്താം. അടുത്ത ക്വസ്റ്റ്യൻ എത്രയാണ് വരുന്നത്? 70 ആണ് അല്ലേ? അപ്പോൾ 70ന്റെ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആണ് നമ്മൾ ആദ്യം കാണേണ്ടത്. 70യുടെ പ്രൈംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 70 എന്ന് പറയുമ്പോൾ നമുക്ക് 7 ഇൻറ്റു 10 എന്ന് എഴുതാം. 7 ഇൻറ്റു 10നെ പിരിച്ചെഴുതി കഴിഞ്ഞാൽ 2 ഇൻറ്റു 5. അപ്പോൾ നമുക്ക് പ്രൈംസ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് 70 വരുന്നത് 2, 7, 5. അടുത്ത എന്താണ്? പ്രോഡക്റ്റ് ഓഫ് 3 പ്രൈംസ് ആണ് നമുക്ക് കാണേണ്ടത്. 2 ഇൻറ്റു 7 ഈക്വൽ ടു 14, 2 into 5 equal to 10, 7 into 5 is equal to 35. Products of primes 3 primes എന്തൊക്കെയായിരിക്കും? 10, 14, 35. ഇനി വളരെ ഈസി അല്ലേ? ഓൾ ഫാക്ടേഴ്സ് എഴുതാൻ നമുക്ക് ആദ്യമായിട്ട് എഴുതേണ്ടത് 1 ആണ്. പിന്നീട് നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഏതൊക്കെയാണ് വരുന്നത്? 2, 7, 5. ഇതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആണ്. അതുകൂടെ എഴുതാം. 10, 14, 35. പിന്നീട് വരുന്നത് ആ സംഖ്യ തന്നെയാണ് 70. വളരെ ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. 105ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. 105നെ എന്ത് ചെയ്യാം? 5 കൊണ്ട് ഹരിച്ച് നോക്കാം. 10ൽ 5 2 പ്രാവശ്യമാണ് വരുന്നത്. 2 ഇൻറ്റു 5 10. 5 താഴേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ എത്രയാണ്? 1 ഇൻറ്റു 5 5. ശിഷ്ടം എത്രയാണ് വരുന്നത്? 0 ആണ്. അപ്പം നമുക്കിവിടെ എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 21 എന്ന് എഴുതാം. പിന്നെ 21നെ മാറ്റി എഴുതി കഴിഞ്ഞാൽ 5 ഇൻറ്റു 3 ഇൻറ്റു 7 എഴുതാം. അപ്പോൾ നമുക്ക് എന്തായി? എല്ലാ പ്രൈം ഫാക്ടേഴ്സും കിട്ടിക്കഴിഞ്ഞു. ഇവിടെ എഴുതാം. പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 105 ഈക്വൽ ടു 3, 5 ആൻഡ് 7. അടുത്തത് പ്രോഡക്റ്റ് ഓഫ് 3 പ്രൈംസ് കാണാൻ വളരെ ഈസി അല്ലേ? ഗുണിച്ച് നോക്കാം. 3 ഇൻറ്റു 5 ഈക്വൽ ടു 15, 3 ഇൻറ്റു 7 ഈക്വൽ ടു 21, 5 ഇൻറ്റു 7 ഇസ് ഈക്വൽ ടു 35. പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതൊരു ഓർഡറിൽ എഴുതാം. 15, 21, 35. ഓൾ ഫാക്ടേഴ്സ് കാണാൻ നമുക്ക് ഇനി കൂടുതൽ ആലോചിക്കേണ്ടതില്ല. എഴുതാം. 1, 3, 5, 7. പിന്നീട് വരുന്നത് 15, 21, 35. പിന്നീട് ആ സംഖ്യ തന്നെയാണ് വരുന്നത്. അപ്പോൾ 105. ഇതായിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 110 ആണ്. പ്രൈംസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 110 ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ? 110 വളരെ സിമ്പിൾ ആണ്. 10 ഇൻറ്റു 11 എന്ന് എഴുതാം. 10നെ 2 ഇൻറ്റു 5 ഇൻറ്റു 11. പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 110 കിട്ടുന്നത് 2, 5, 11 എന്നിവയാണ്. പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് കാണാം. 2 ഇൻറ്റു 5 ഈക്വൽ ടു 10, 5 ഇൻറ്റു 11 ഈസ് ഈക്വൽ ടു 55, 2 ഇൻറ്റു 11 ഈസ് ഈക്വൽ ടു 22. ഇതിനെ നമുക്ക് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ 10, 22, 55 എന്ന് കിട്ടും. അടുത്തത് ഓൾ ഫാക്ടേഴ്സ് കാണാം. ഓൾ ഫാക്ടേഴ്സ് കാണാൻ ആദ്യം എഴുതേണ്ടത് 1 ആണ്. പിന്നീട് വരുന്നത് 2, 5, 11. നമുക്കിവിടെ എഴുതാം. 2, 5, 11. പിന്നീട് വരുന്നത് പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആണ്. എഴുതാം. 10, 22, 55. പിന്നീട് ആ സംഖ്യ തന്നെയാണ് വരുന്നത്. 110 എന്ന് എഴുതാം. 130 ആണ് അടുത്തായിട്ട് നമുക്ക് കാണേണ്ടത്. 130യുടെ ഗുണനം അറിയില്ലെങ്കിൽ ഇവിടെ ഹരിച്ചു നോക്കാം. അവസാനത്തെ സംഖ്യ 0 വരുന്നതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് വേണമെങ്കിൽ ഹരിക്കാം, 5 കൊണ്ട് ഹരിക്കാം. നമുക്ക് ഇവിടെ 5 കൊണ്ട് ഹരിച്ചു നോക്കാം. 5 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 5 10. ബാക്കി വരുന്നത് 30 ആണ്. 6 ഇൻറ്റു 5 30. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 കിട്ടും. അതേപോലെ തന്നെ 26 കിട്ടും. 26ന്റെ ഗുണിതം പെട്ടെന്ന് മനസ്സിലാകുന്നതിൽ എന്ത് ചെയ്യാം? നമുക്ക് 2 കൊണ്ട് ഹരിച്ചു നോക്കാം. എത്രയായിരിക്കും? 13 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പ്രൈം ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയിരിക്കുന്നത് 2 ഇൻറ്റു 5 ഇൻറ്റു 13 ആണ്. ഇവിടെ എഴുതാം. 2, 5, 13. പ്രോഡക്റ്റ് ഓഫ് 3 പ്രൈംസ് കാണാം. 2 ഇൻറ്റു 5 ഈക്വൽ ടു 10, 2 ഇൻറ്റു 13 ഈക്വൽ ടു 26, 5 ഇൻറ്റു 13 65. 10, 26, 65. ഓൾ ഫാക്ടേഴ്സ് എഴുതാം. 1, 2, 5, 13. പിന്നീട് 10, 26, 65, 130. ഈ പാഠഭാഗത്തിൽ ഒരു എക്സസൈസ് കൂടെ ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.